ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രശാന്ത്. ഞാൻ ആതിര അർച്ചന. അപ്പോൾ ഇന്നിവിടെ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സഹകരണ മേഖലയിലെ 2 എക്സാമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഒന്ന് കേരാഫെഡ്, അതേപോലെ CSEB. കേരാഫെഡിൻ്റെ എക്സാം ഡേറ്റ് കൂടെ വന്നു അല്ലേ? ഇപ്പോൾ ഫെബ്രുവരി 22-നാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. CSEB നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ എക്സാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് രണ്ടിനും ഏതാണ്ട് ഒരേ രീതിയിലുള്ള സിലബസ് തന്നെയാണ് നമുക്കുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പഠിക്കണം, അതായത് പുതിയ വല്ല സ്ട്രാറ്റജികളുണ്ടോ, എങ്ങനെയായിരിക്കണം നമ്മൾ ഈ എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ബേസും അതേപോലെ എക്സാം ബേസും ഒക്കെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം അല്ലേ മിസ്സേ? അപ്പോൾ മിസ്സിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം ഇതൊരു പുതിയൊരാൾ, അതായത് CSEB എക്സാം പുതുതായിട്ട് എഴുതുന്ന ഒരാൾക്ക് ഇപ്പോൾ കേരാഫെഡും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു അപ്രോച്ച് ചെയ്യേണ്ടത് മിസ്സിൻ്റെ കാര്യത്തിൽ? ഇപ്പോൾ കേരാഫെഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെയും കേരള ബാങ്കിന്റെയും സെയിം സിലബസ് ആണ്. IT മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കി സെയിം സിലബസ് ആണ് വന്നിട്ടുള്ളത്. CSEB സിലബസ് ഓൾറെഡി CSEBക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്നുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് അക്കൗണ്ടിങ് ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, കോപ്പറേറ്റീവ് ലോ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് GK മാത്സ്. ഇതാണ് CSEBക്ക് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കേരാഫെഡ് എക്സാമിന് എന്ന് പറയുന്നത് കോർപ്പറേഷനും ബാങ്കിങ്ങും IT-യും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. പിന്നെ നമുക്ക് എന്താണ് കേരാഫെഡ് എക്സാമിന് നമ്മുടെ IT-യുടെ പോർഷൻ തറവായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിസ് ഇതിനകത്ത് അക്കൗണ്ടൻസി, അതായത് നമ്മളിപ്പോൾ JCയുടെയും കേരള ബാങ്കിൻ്റെ ഒക്കെ ആകുമ്പോൾ അക്കൗണ്ടൻസിയുടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അക്കൗണ്ടൻസി ഏരിയ ഇതിനകത്തില്ല, ഇതിൽ ഈ കേരാഫെഡ് എക്സാമിൽ ഇല്ല. JCക്കും അതുപോലെ കേരള ബാങ്കിനും കേരാഫെഡിനും അക്കൗണ്ടിങ് ഇല്ല. പക്ഷെ CSEB എക്സാമിന് അക്കൗണ്ടിംഗ് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സിലബസിൽ അക്കൗണ്ടിംഗ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ പഠിക്കണം, അതായത് ഇപ്പോൾ ഒരു പുതിയൊരാളെന്ന രീതിയിൽ അവർക്ക് ഒരു ടൈം ടേബിൾ കൊടുക്കുകയാണെങ്കിൽ മിസ് എങ്ങനെയായിരിക്കും അത് ചെയ്യാം? അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് കോർപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ബാങ്കിങ്ങും ആണ്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും ഗുണം ലഭിക്കും. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് അക്കൗണ്ടിങ് ആണ്, പിന്നെ ഇംഗ്ലീഷ് GK മാത്സ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കണം. കാരണം CSEB പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ റിസൾട്ട് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക് 64ന്റെ അടുത്തായിട്ടുണ്ട് നമ്മളെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 80-ൽ 64 മാർക്സിന്റെ അടുത്തുള്ളവരാണ് റാങ്ക് ലിസ്റ്റിൽ, പല ബാങ്കുകളുടെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് 50 മാർക്സിനാണ് നമുക്കുള്ളത്. ബാക്കി 30 മാർക്സിന് നമുക്ക് ഇംഗ്ലീഷ് GK മാത്സ് ആണ്. അപ്പോൾ അതിനും നല്ല ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി നമ്മൾ പഠിക്കുന്നതോടൊപ്പം ഈ കോർപ്പറേഷൻ, ബാങ്കിങ്, കോപ്പറേറ്റീവ് ലോ പഠിക്കുന്നതോടൊപ്പം അക്കൗണ്ടിങ്ങും പ്ലസ് GK ഇംഗ്ലീഷ് മാത്സ് നമ്മൾ പഠിക്കണം. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് CSEB എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞു, അതായത് 2 എക്സാം നമുക്ക് ഒരേപോലെ ഒരു കോംബോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമുക്ക് ഈ 2 എക്സാമിൻ്റെയും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള സബ്ജക്റ്റും നമ്മൾ പുതുതായിട്ട് എടുക്കുന്നുണ്ട്. കൂടാതെ ലൈവ് സെഷൻസ്, അതേപോലെ മോഡൽ എക്സാം, ക്വറി ഹാൻഡ്ലിംഗ്, ഇങ്ങനെ ഒരുപാട് സവിശേഷതകളോടുകൂടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിന് 2ൻ്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇത്തവണ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം, നമുക്ക് മുന്നേറാം. താങ്ക് യു.